ചിറ്റൂർ എം.എൽ.എയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് എന്നോടൊപ്പം ചേരുന്നത്. ഇപ്പോ സർക്കാരിന്റെ ഈ ടൈം കഴിയാൻ പോവുകയാണ്. ഈ ഒരു ടൈമിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒന്നാണ് വൈദ്യുതി വകുപ്പ്. ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാത്ത ഒരു കാലം എന്നതാണ്. എങ്ങനെയാണ് വൈദ്യുതി വകുപ്പിന്റെ നേട്ടങ്ങളെ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കഴിയുക? കഴിഞ്ഞ 9.5 വർഷത്തിൽ വൈദ്യുതി മേഖലയിൽ 25,500 കോടി രൂപയുടെ പ്രതിസന്ധി. ഉത്പാദന മേഖലയിൽ 2,942 കോടി, പ്രസരണ മേഖലയിൽ 8,056 കോടി, വിതരണ മേഖലയിൽ 13,015 കോടി, ഉത്പാദനശേഷി 2,267 മെഗാവാട്ട്, ഇതിൽ സോളാർ 2,088, ജലവൈദ്യുതി 179, 110 പുതിയ സബ്സ്റ്റേഷനുകൾ പൂർത്തീകരിച്ചു. ഇതൊക്കെ ചെയ്തതിന്റെ ഫലമാണ് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാണ്ടായത്. അതൊരു 10 കൊല്ലമായിട്ടില്ല. 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ ചോദിച്ചാൽ അത് നില കൊണ്ടുപോകാൻ അതൊരു വലിയ തൃപ്തിയുണ്ട്. അതൊരു ജീവനക്കാരുടെയും എല്ലാവരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ സഹകരണം ഉള്ളതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത്. കേന്ദ്രത്തിന്റെ ഒരു സഹായം കിട്ടിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ സ്കീമുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ സ്കീമിനനുസരിച്ച് നമ്മൾ കൊടുത്തിട്ട് മനസ്സിലാക്കും. ഇതിന് പുറമെ വൈദ്യുതി വാങ്ങുന്ന ഒരു സംസ്ഥാനത്തിനും അപ്പുറം വൈദ്യുതി കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലേക്ക് മാറാൻ കഴിഞ്ഞു. നമുക്ക് പകൽ ചിലപ്പോൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ സാപ്പിൽ പറഞ്ഞു നമ്മൾ കൊടുക്കുന്നുണ്ട്. വിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു, പകൽ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിലുള്ള ഏർപ്പാട്. ഈ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി നദികളാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ജലവൈദ്യുത പദ്ധതികളാണല്ലോ കൂടുതൽ ആശ്രയിക്കുന്നത്. അതിന് ഏറ്റവും വലിയ തടസ്സക്കാരൻ നിങ്ങളാണ്. 3000 TMC വെള്ളമുണ്ട്. 300 TMC വെള്ളം നമ്മള് ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും കുടിവെള്ളത്തിനും എല്ലാം കൂടി ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള വെള്ളം എല്ലാം ഇപ്പൊ തന്നെ 6 പദ്ധതികൾ തുടങ്ങി വെച്ചു. അത് എൻവയറമെന്റൽ ക്ലിയറൻസ് ഇല്ല, കാക്ക അങ്ങോട്ട് പറക്കാൻ ദോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് 6 പദ്ധതികൾ. ഇന്നലെ പിന്നെ ഒരു പദ്ധതി ഒന്നിലെയോ മൃഗങ്ങൾക്ക് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചിട്ട് അത് മുടക്കുന്ന ഒരു സ്വഭാവമാണ്. അതിന് മാധ്യമങ്ങളാണെങ്കിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കും. അല്ല, ഇത് കഴിഞ്ഞ തവണ മണിയാശാന്റെ കാലത്ത് അതിരപ്പള്ളി പദ്ധതിയൊക്കെ വലിയ ചർച്ച, അദ്ദേഹത്തിന് വലിയൊരു നിരാശ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ അതിരപ്പള്ളി പദ്ധതിയെ കുറിച്ച്? നമുക്കതിന് പുതുതായിട്ട് ഒരു ഡാമിന്റെ ആവശ്യമില്ല. നല്ല പദ്ധതിയാണ്, പക്ഷെ ജനങ്ങൾക്ക് ഉത്തരവായിട്ട് നമ്മൾ അതിനെ ഏറ്റെടുത്തിട്ട് അതിലൊരു വിവാദം ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് നല്ല പദ്ധതിയാണ്. അതൊന്നും അല്ലാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അതിനേക്കാൾ എത്ര നല്ല പദ്ധതികളുണ്ട്. പൂയാൻകുറ്റി നല്ല പദ്ധതിയല്ലേ. ഈ ഇടുക്കിയേക്കാളും വലുതല്ലേ, അത് ഉപേക്ഷിച്ചില്ല. സൈലന്റ് വാലി ഉപേക്ഷിച്ചില്ല. പാത്രക്കടവ് ഉപേക്ഷിച്ചില്ല. എത്ര പദ്ധതികളാണ് ഉപേക്ഷിച്ചത്. കുരിയാർകുറ്റി, എന്താ കുരിയാർകുറ്റി തടഞ്ഞറിയോ? എല്ലാ പണിയും കഴിഞ്ഞ് ജനറേറ്റർ വരെ ഓർഡർ ചെയ്ത് കൊണ്ടുവച്ചിട്ടാണ് എൻവയറമെന്റിൽ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നുണ്ട്. അപ്പൊ അതിലെന്താ വെച്ചാൽ ആരും അതിന് ഇപ്പോ വൈദ്യുതി വേണ്ടവരും പ്രതികരിക്കുന്നില്ല. അവര് കൽക്കരിയിൽ നിന്നും അണുശക്തിയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു രീതി വന്നതിന് ഹൈഡ്രോ പ്രോജക്റ്റ് വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് ഹൈഡ്രോ പ്രോജക്റ്റിന്റെ ഇലക്ട്രിസിറ്റി നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ ആരും സമ്മതിക്കില്ല. ഇതാണ് പ്രശ്നം. അല്ല സാർ, ശരിക്കും മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഈ വൈദ്യുതി ഉത്പാദനത്തിന്റെ രീതി മാറ്റം. ഹൈഡ്രോ പ്രോജക്റ്റ് ഇടുക്കിയിൽ നമുക്ക് 35 പൈസ നമ്മൾ പീക്ക് അവറിൽ മേടിക്കുന്നത് 10 രൂപ തൊട്ട് 15 രൂപ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഹൈഡ്രോ പ്രോജക്റ്റ് എത്ര ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന ചെലവല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ റവന്യൂ അല്ലേ കിട്ടിക്കൊണ്ടിരിക്കും. രാത്രിയും പകലും കിട്ടുന്നു. അത് നമ്മൾ വേണ്ടത്ര ഉപയോഗിക്കാൻ നമ്മൾ അതിൽ സമ്മതിക്കില്ല. ഇപ്പൊ കാവേരിയിൽ 147 TMC വെള്ളം. നമുക്ക് 30 TMC നമ്മൾ ആവശ്യപ്പെടാണ്ട് തന്നെ അനുഭവിച്ചു. അതും ഉപയോഗിക്കില്ല. മുഴുവൻ കർണാടക പോയി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. അതേപോലെ പമ്പ ചെന്നൂരിൽ അതും പോകുന്നുണ്ട്.
മുല്ലപ്പെരിയാർ 40 TMC പോകുന്നു. നമ്മള് വെള്ളവും കൊടുത്ത് ഇലക്ട്രിസിറ്റിയും കൊടുത്തല്ലോ. പറമ്പിക്കുളം 30 TMC വെള്ളം കൊണ്ടുപോകും. ഇത്രയും വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഞാൻ പറയുന്നത് ഈ ആളുകളുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് മാറ്റം വരണം. ഒരു പ്രഷർ, സമ്മർദ്ദം. സത്യത്തിൽ മീഡിയ അതിലൊരു വലിയ പങ്കുവഹിക്കാൻ, മീഡിയ അത് പങ്കുവഹിക്കില്ല എന്നുള്ള ദുഃഖം എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ സോളാർ വൈദ്യുതി, കാറ്റിൽ നിന്നുണ്ടാക്കുന്ന അങ്ങനത്തെ പ്ലാന്റുകൾ, ഇതൊക്കെ കുറെ കൂടി സാധ്യത ഉള്ളതല്ലേ? സോളാർ വൈദ്യുതി 2267 മെഗാവാട്ടായി 16 മെഗാവാട്ട് ഈ ഇതിന്റെ ഇടയിൽ. വിൻഡ് അതേപോലെ വിൻഡ് രാമക്കൽമേടിലും അട്ടപ്പാടിയിലും ഉണ്ട്. രണ്ടും ടാപ്പ് ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. കണക്ക് ഈ ആളുകളുടെ ഒരു സോളാറിനോടുള്ള ഒരു കൺസെപ്റ്റ് മാറി. എല്ലാ വീടുകൾക്കും മുകളിലും ഇപ്പോ സോളാർ മേഖലയില്ല, നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ കുടുംബ ചെലവിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും. ഇപ്പോ ഒരു 5000 രൂപയുള്ളതൊക്കെ 5 മെഗാവാട്ട് വെച്ചാൽ ഇലക്ട്രിസിറ്റി അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മിച്ചം കിട്ടുമല്ലോ. അത് വൈകുന്നേരം പീക്ക് അവറിൽ ഫ്രിഡ്ജും അല്ല ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ഉപയോഗിക്കാതിരുന്നാൽ ലാഭം കിട്ടും, ഇങ്ങോട്ട് കിട്ടും. അതേപോലെ PM കുസുമം കൃഷിക്കാർക്ക് ഒരു 1000 രൂപ ഇലക്ട്രിസിറ്റി ചാർജ് 5 ഏക്കറിന് മുകളിലുള്ളവർക്ക് 5 ഏക്കർ ചാർജ് കൊടുക്കും. ചാർജ് ഉള്ളവർക്ക് 8 മാസം കഴിയുമ്പോൾ 13,000 രൂപ 14,000 രൂപ ഇങ്ങോട്ട് കിട്ടും. അതിൽ മൈക്രോ ഇറിഗേഷൻ വെച്ചാൽ 18,000 രൂപ കിട്ടും. മൈക്രോ ഇറിഗേഷൻ വെച്ചാൽ വെള്ളം വളരെ ചെലവ് മതി, കുറച്ചുകൂടി ലാഭകരമാക്കാം. അതേപോലെ മോട്ടറുകൾ 5 സ്റ്റാർ മോട്ടറാക്കിയാൽ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് വിറ്റ് ഇവർക്ക് കൃഷിക്കാർക്ക് വരുമാനം കിട്ടുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രിച്ചത്. 2000 ചില്ലാനം പമ്പുകൾ ചെയ്തിട്ടുണ്ട്. ഏറെ ആത്മസംതൃപ്തിയോടെയാണോ ഈ ഒരു വൈദ്യുതി മന്ത്രി എന്ന അതിന്റെ അവസാന ഭാഗത്തിൽ എത്തുമ്പോൾ? ഇല്ല, വൈദ്യുതി തൃപ്തിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ പ്രോജക്റ്റുകൾ കൂടി, ഹൈഡ്രോ പ്രോജക്റ്റുകൾ ചെയ്യണമെന്നുണ്ട്. പിന്നെ പല സാങ്കേതിക തടസ്സങ്ങളും കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ കാലത്ത് ഒന്ന് ചെയ്തു വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാലും 172 മെഗാവാട്ട് പള്ളിവാസലൊക്കെ എത്രയോ കൊല്ലങ്ങളായി കിടക്കുകയായിരുന്നു. അതൊക്കെ പൂർത്തിയാകും. അതൊക്കെ നമുക്ക് വളരെ ജാഗ്രതയോടുകൂടി നിന്നിട്ടാണ് അതൊക്കെ പൂർത്തിയാക്കാൻ സാധിച്ചത്. പൂർത്തിയാക്കാൻ കഴിയാതെ പോയതിന്റെ നിരാശ ഏത് പദ്ധതിയിലാണ്? പിന്നെ ഹൈഡ്രോ പ്രോജക്റ്റുകളിലൊക്കെ നമുക്കതല്ലേ നിരാശയാണ്. ഹൈഡ്രോ പ്രോജക്റ്റുകൾക്ക് ഇത്ര സൗകര്യം ഉണ്ടായിട്ട്, സ്ഥലവും ഇത്ര വെള്ളവും ഉണ്ടായി വേറെ ഒരു സ്റ്റേറ്റിനും ഇല്ലാത്തതല്ല. അതുകൊണ്ട് ഈ തമിഴ്നാടും കർണാടകയും നമ്മുടെ വെള്ളം കൊണ്ട് ഉപയോഗിക്കില്ല, അതൊന്നും ചെയ്യുന്നില്ല. ഒരു പ്രോജക്റ്റ് വരാൻ ഇപ്പൊ കർണാടകത്തിൽ തന്നെ കാവേരി തന്നെ 3 പ്രോജക്റ്റ് വന്നു. 3നെയും പല തടസ്സം പറഞ്ഞുകൊണ്ട് അത് നിർത്തിയിരിക്കുകയാണ്. അവരത് കൊണ്ടുപോയിട്ട് സുഖമായി ഉപയോഗപ്പെടുത്തുന്നു, വെള്ളം എടുക്കുന്നു, ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. മണ്ഡലത്തിലേക്ക് കയറിയാണ്. കഴിഞ്ഞ തവണ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരു MLA കൂടിയാണ് അങ്ങ്. എങ്ങനെയാണ് മണ്ഡലത്തിലെ ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ കാണുന്നത്? ചുരുക്കത്തിൽ ഗാന്ധിജി, നെഹ്റു പ്രധാനമന്ത്രിയായ ശേഷം ഗാന്ധിജിയെ കാണാൻ, ഗാന്ധിജി പറഞ്ഞു എന്താണ് എനിക്ക് തരുന്ന ഉപദേശം നെഹ്റു ചോദിച്ചു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ എങ്ങനെ ബാധിക്കുന്നുള്ള കാര്യത്തിനും തീരുമാനം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്ലാനും പദ്ധതി. അപ്പൊ ആദ്യം ചെയ്തത് ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മുഴുവനും ലൈറ്റ് എത്തിച്ചു, അവരുടെ ജീവിതത്തിൽ കാണാത്തത് എത്തിച്ചു. അതാണ് ആദ്യത്തെ സംഭവം. പിന്നെ കാർഷിക മേഖലയിൽ വലിയ ഇടപെടലാണ്. പ്രിസിഷൻ ഫാമിംഗ് ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നു. ഇവിടെ 800ഓളം ആൾക്ക് അത് ചെയ്തു കൊടുത്തത്. അത് MLA ആകുന്നതിന് മുമ്പേ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയതാണ്. ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് ഈൽഡ് വർധനവ്, കൃഷിക്കാർക്ക് വരുമാനവും വർധനവും ഉണ്ടാക്കാൻ സാധിച്ചു. വെള്ളത്തിന്റെ കമ്മിയാക്കി. അതേപോലെ പറമ്പിക്കുളം വെള്ളം ഒരു വലിയ പ്രശ്നമായിരുന്നു. എപ്പോഴും വെള്ളം കിട്ടാതെ ഇപ്പൊ നമുക്ക് ചർച്ചയെ 10 കൊല്ലമായിട്ടില്ലല്ലോ. വെള്ളത്തിന്റെ ചർച്ചയില്ല. അത് RBC നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഏകദേശം 1000 കോടി രൂപയോളം അതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു.
300 കോടി ഉൾപ്പെടെ കുറച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജിന്റെ സ്ഥലം എടുക്കാനുള്ളത് തീരുമാനമായി. അടുത്ത ദിവസം തന്നെ ഇതാണ് അതിൽ. പിന്നെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമായിരുന്നു 78.6 റിസൾട്ട് 10ാം ക്ലാസ്സിൽ. രവീന്ദ്ര മാഷ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ആയിരിക്കുമ്പോൾ രവീന്ദ്ര മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. രവീന്ദ്ര മാഷ് പറഞ്ഞു, എന്താ നിങ്ങളുടെ അവിടെ എത്ര മോശം? ഇവിടെ വന്നപ്പോൾ കർഷക തൊഴിലാളികളുടെ മക്കളോ വന്നു. ഇവിടുത്തെ കൂടുതൽ ഇവിടെ ബിസിനസ്സുകാരോ ഗൾഫുകാരോ അധികം ഇല്ലാത്ത സ്ഥലം. അപ്പോൾ കുട്ടികൾക്ക് തെറ്റായി പഠിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പോലും അറിയാത്ത അച്ഛനമ്മമാരും ഉള്ള സ്ഥലമാണ്. അപ്പോൾ റിസൾട്ട് വളരെ മോശമായിരിക്കും. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള രക്ഷിതാക്കളുടെ മക്കളിനെ പ്രത്യേകമായി എടുത്ത് അവർക്ക് പ്രത്യേക ട്യൂഷൻ സന്നദ്ധ സംഘടനകളും അധ്യാപകന്മാരെയും ചേർത്ത് അതിപ്പോൾ റിസൾട്ട് 99.6. വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. അതെന്താ പറയുക, സാധാരണക്കാരുടെ മക്കളെ നമ്മളവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത. അതൊരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഇപ്പൊ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി. ഒരു ഡോക്ടർ ഉച്ചയാകുന്ന വരെ ഉണ്ടായിരുന്നു, അതിപ്പോ 3 ഡോക്ടർ വൈകുന്നേരം വരെ. അത് ഹെൽത്തിന് വലിയൊരു ചെലവ് ഓരോ കുടുംബത്തിനും അതിന്റെ ഗുണം കിട്ടി. ഒരു ആശുപത്രി, പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ കുടുംബം അതോടുകൂടി തകരുന്നു. അത് നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ, ഒരു ജില്ലാ ആശുപത്രിയിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും കൂടെ കിട്ടാൻ ഉള്ള ഒരു കണ്ടല്ലോ. 125 കോടി രൂപ അതിന് ആശുപത്രിയായി, അവർക്ക് ക്വാർട്ടേഴ്സായി, അമ്മയും കുഞ്ഞുങ്ങൾക്ക് വേറൊരു ആശുപത്രിയായി ഇതൊക്കെ ചെയ്തു കൊടുത്തു. അവരിപ്പോ സോളാറും വെച്ചു കൊടുത്തു. അങ്ങനെ അതേപോലെ ചിറ്റൂർ കോളേജിൽ 72 കോടി രൂപയാണ് അവിടെ കൊടുത്തത്. ചിറ്റൂർ കോളേജ് ഗ്രേഡ് 4 ആക്കി ഉയർത്തി. അങ്ങനെയൊക്കെ നമ്മള് സാധാരണക്കാരുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. മണ്ഡലത്തിലെ എല്ലാവരെയും സർവ്വതല സ്പർശിയായ വികസനം സാധ്യമാക്കി എന്നൊരു ആത്മവിശ്വാസം. ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു മുൻഗണന കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് അപ്പർ ക്ലാസ്സിനല്ല ചെയ്തത്. ഇതാണ് റോഡുകൾ നന്നാക്കിയെടുത്തു. പിന്നെ ഇതിനേക്കാളും എല്ലാം വലുത്, ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലുത് ഞാൻ കാണുന്നത് കുടിവെള്ളമാണ്. ഇവിടെ 10 കൊല്ലത്തിന് മുമ്പ് കുടം ക്യൂ വെച്ചിട്ടുണ്ടാവും. വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ ഒരാൾ പണിക്ക് പോകാതെ, ജോലിക്ക് പോകാതെ വെള്ളം പിടിക്കാൻ വേണ്ടി നിൽക്കുക, ലോറിയിൽ വെള്ളം കൊണ്ടുവരും. അതാണ് സാഹചര്യം. അത് വെള്ളം വെച്ചാൽ ചിലവരുടെ കിണറ്റിലായിരിക്കും വെള്ളം ഉണ്ടാവുള്ളൂ. അവർ പറയുന്നതൊക്കെ കേൾക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. അത് മാറ്റി എല്ലാ വീട്ടിലും വെള്ളം എത്തിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, വെള്ളം എത്തിക്കുന്നതിൽ പ്രധാന ഒരു പങ്ക് വഹിച്ചത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപഭോക്താക്കൾക്ക് ഒരു വിഹിതം കൊടുക്കും. ചിറ്റൂർ നിയമമണ്ഡലത്തിൽ വിഹിതം കൊടുത്തിട്ടില്ല. അത് കിഫ്ബിയിൽ അതിന്റെ വിഹിതം കൊടുപ്പിച്ചു. ജലജീവൻ മിഷനിലെ MLA ഫണ്ട് കൊടുത്തു. അങ്ങനെ ഉപഭോക്താക്കൾക്ക് 5,000 തൊട്ട് 15,000 വരെ കൊടുക്കുന്നത് ഇല്ലാണ്ടായി. ഒരു ബാധ്യത ഉണ്ടായിട്ടില്ല. കുടിവെള്ളം ഒരു വലിയ അനുഗ്രഹം. എന്താണ്, നമുക്കൊരു തൃപ്തിയുണ്ട്. എനിക്കെന്താ അറിയാം, എനിക്ക് അതിനുള്ള താല്പര്യം അതില്. എൻ്റെ അമ്മ പാടത്തെ കിണറ്റിൽ പോയി വെള്ളം എടുത്തിട്ട് വന്ന് എനിക്ക് ഭക്ഷണം തന്നാണ്. അത് എൻ്റെ ഒരു അമ്മമാർക്കും വരാൻ പാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പലവരും അതിനെ എതിർത്തു, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അത് എന്ത് ശരിയല്ലെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു അതിനാണ് അങ്ങനെ ചെയ്തത്. തുടർച്ചയായിട്ട് 10 വർഷം അങ്ങ് MLA നിലയ്ക്കും പിന്നെ 5 വർഷം ഇപ്പൊ മന്ത്രി നിലയ്ക്കും പൂർത്തീകരിക്കാണല്ലോ. ഈ 7 എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള വല്ല സ്വപ്നങ്ങളും മണ്ഡലത്തെ കുറിച്ച്, പദ്ധതികൾ? പിന്നെ പദ്ധതികളല്ല, ഇനിയിപ്പോ ഞങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിന്റെ വരുമാനം വർദ്ധിക്കുന്ന പദ്ധതികളായിരിക്കണം ഇനി ആസൂത്രണം ചെയ്യേണ്ടത്. ഒരാൾക്കൊരു വീട്ടിൽ 100 രൂപ ചെലവ്, 200 രൂപയാണ് കുടുംബം നിൽക്കുന്നത്. അപ്പോൾ കുടുംബത്തിന് ഞങ്ങളിപ്പോ ഒരു മീനാക്ഷി നെന്തൽപ്പാലത്ത് ഒരു 120 ഫാമിലി എടുത്തിട്ട് തുടങ്ങിയപ്പോൾ സക്സസ് ആയി. അപ്പോൾ ഒരു 80 വയസ്സായ ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അയാൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്ലാനാണ് ആസൂത്രണം. അപ്പൊ 500 കാട മേടിച്ചു. തീറ്റ
എവിടുന്ന് ബെഡിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കാം. 300 മുട്ട കിട്ടും. 300 കിട്ടിയ 3 12 1200 റുപ്യ കിട്ടും. 300 റുപ്യ ചെലവ് ചെയ്യാൻ 900 റുപ്യ ആരുടെ പോക്കറ്റിൽ 80 പൈസ അയാളുടെ പോക്കറ്റിൽ വരിക. അച്ഛനും അമ്മയും മക്കളും മരുമക്കളൊക്കെ എന്ത് സ്നേഹം ഉണ്ടാവും അറിയോ? വരുമാനമുണ്ടെങ്കിൽ അങ്ങനെ ഓരോ അതേപോലെ സാമില് 90% വരെ സബ്സിഡി കിട്ടുന്ന സ്കീമുകളുണ്ട്. അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മുഴുവൻ മേടിച്ചു കൊടുക്കാം. ഡ്രിപ്രിഗേഷൻ കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായി ചെയ്തിരിക്കുന്നതിലാണ്. എല്ലാ അവാർഡും കാർഷിക മേഖലയിൽ കിട്ടുന്നത് ചിറ്റൂര. 2 അവാർഡെങ്കിലും ഒരു കൊല്ലത്തില് കിട്ടും. ഇപ്പൊ പച്ചക്കറിയില് മോഹൻരാജ് പറഞ്ഞ പയ്യന് കിട്ടിയത് എത്ര അറിയോ? 52 ടൺ എടുത്തു ഒരു ഏക്കറിൽ. വേൾഡ് റെക്കോർഡ് 48. അങ്ങനെ ശാസ്ത്രീയമായി എഴുതാനും വായിക്കാനും അറിയാത്തവരെ ശാസ്ത്രീയമായി പ്രിസിഷൻ ഫാമിംഗ് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതൊരു തൃപ്തിയാണ്. മനസ്സിലൊരു തൃപ്തി ഉണ്ടല്ലോ. നമ്മൾ ഒരാളെ സഹായിച്ചു, കാലത്തേറ്റ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഒരാളെ സഹായിച്ചു എന്നുള്ളൊരു തൃപ്തി, അത് വലിയ തൃപ്തിയാണ്. മറ്റെന്തിനേക്കാളും വലുതാണ്. ഈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മണ്ഡലത്തിൽ വരുന്നത്? മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഈ വികസന പ്രവർത്തനത്തിൽ വോട്ട് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. വികസന പ്രവർത്തനം, കുടിവെള്ളം എത്തിച്ചതും ഇതൊക്കെ തന്നെയാണ്. അത് ജനങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നതാണ് എന്റെ വിശ്വാസം. ഈ കമ്മ്യൂണിസ്റ്റ് വിമതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം, അത് PKCക്ക് ഇപ്പോൾ മറുഭാഗത്തേക്ക് മാറുന്ന തരത്തിലാണ് സാഹചര്യങ്ങൾ. അത് ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലത്തിൽ സ്വാധീനം ഉണ്ടാക്കുമോ? അതല്ല, ഇവിടെ നമ്മളിപ്പോ ഇലക്ഷനിൽ വരുമ്പോ അതൊന്നും അല്ലല്ലോ. 2 ചേരിയല്ലേ വരുള്ളൂ. ചേരിയിൽ അതൊന്നും വലിയ, എന്നാലും അതൊരു ദുഃഖമുള്ള കാര്യമാണ്. എന്നാലും അത് ഇങ്ങനെ ബാധിക്കുന്നുള്ളത് വിശ്വാസമില്ല. PKC വിട്ടുപോകുന്നത് ദോഷമല്ലേ? ഒരാള് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടമല്ല. അത് നഷ്ടമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ലാഭമല്ലല്ലോ. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. അവരുടെ പല കാരണങ്ങളുണ്ടാവും. പാർട്ടിക്കെതിരായിട്ട് കാരണം ഉണ്ടാവും, പാർട്ടിക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് അവഗണിച്ചു എന്നുള്ള കാരണം ഉണ്ടാവും. അത് നമ്മൾ പറയുന്നത് ശരിയല്ല. അവരുടെ പാർട്ടിയുടെ ഇന്ന പ്രശ്നമില്ല. LDF ദോഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറില്ല പ്രതീക്ഷ. എങ്ങനെയാണ് അങ്ങ് ഒരിക്കൽ കൂടി ഒരു പോരാട്ടത്തിന് ഉണ്ടാകുമോ ഇത്തവണ? സാധ്യതകൾ എങ്ങനെയാണ്? ഇല്ല, ഞാൻ പ്രത്യേകം നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് പുതിയ കുട്ടികൾക്ക് അവസരം കൊടുക്കും. അതാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. ഈ പാർട്ടിയാണ് തീരുമാനിച്ചത്. നേതൃത്വത്തെ അറിയിച്ചോ? അത് മുഖ്യമന്ത്രിക്ക് അറിയിച്ചു. എങ്ങനെയാണ് അവരോട് അനുകൂലമായിട്ടാണോ? ഇല്ല, അങ്ങനെ പറയുമോ? അപ്പൊ നിങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് കൊണ്ടുള്ള ഒരു നിങ്ങൾ നിൽക്കണം പറഞ്ഞു. ഞാനതല്ല, നമ്മൾ കുട്ടികൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും. അതിന് നമ്മൾ ഉണ്ടാകുമ്പോൾ മാറിക്കൊടുത്താലേ അത് വിജയിച്ചു വരാൻ പറ്റും. അടുത്ത തലമുറയ്ക്ക് വഴിയൊരുക്കേണ്ടത് ഇതൊരു കടമയില്ല. തന്റെ കർത്തവ്യങ്ങളും കടമകളും പൂർണ്ണമായും നിർവഹിച്ചെന്ന ഒരു ആത്മവിശ്വാസവും സംതൃപ്തിയും അദ്ദേഹം പങ്കുവെക്കുമ്പോൾ വരും തലമുറയ്ക്ക് വഴിയൊരുക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ആൾ വരട്ടെ എന്ന് പറയുമ്പോഴും നേതൃത്വം തീരുമാനിക്കുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നും കൂടി പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. രജിത് കോങ്ങാറിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.